രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോക്ഷത്തിന് വേണ്ടിയുള്ള ധമ്മപദമാണ്. ധമ്മപദം ഇന്ന് നമുക്ക് 44-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അടുക്കിന് അവതരിപ്പിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും ഓഗസ്റ്റ് 6 മുതലാണ്. ഓഗസ്റ്റ് 6 മുതൽ എല്ലാ ബുധനാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് ഉപനിഷത്തിന്റെ ക്ലാസ്സാണ്. മരണത്തിന്റെ രഹസ്യം തേടിപ്പോയ നചികേതസ്, അതായത് മരണം എന്താണ്, ആത്മാവ് നമ്മുടെ മരിച്ചതിന് ശേഷവും ആത്മാവ് നിലനിൽക്കുമോ അതോ നശിക്കുമോ, ആത്മാവിൻ്റെ സ്ഥിതി എന്ത്, അങ്ങനെ മരണത്തിൻ്റെ രഹസ്യങ്ങൾ തേടുന്നതാണ് കഠോപനിഷത്ത്. കഠോപനിഷത്തിൻ്റെ ക്ലാസ് ഓഗസ്റ്റ് 6 ആരംഭിക്കും. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്സാണ്. വെള്ളിയാഴ്ചയാണ് മോക്ഷം കിട്ടാൻ വേണ്ടി ധമ്മപദം ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതല്ല എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ്, ഇവിടെ വരാം. തൃശ്ശൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ആളുകൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. പിന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ജ്യോതിഷപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ 96453339 എന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. അതുപോലെ സോൾമേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ, അത് കുറേ പേര് അയച്ചതുകൊണ്ടാണ് ചിലർക്ക് താമസം വരുന്നത്. ഞാൻ ഓരോരുത്തരുടെ നോക്കി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, സാർ ഞങ്ങൾ സോൾമേറ്റ് ആണോ എന്നറിയാനേ. എല്ലാവർക്കും കൃത്യമായും മറുപടി കിട്ടിയിരിക്കും. പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, അത് കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് എന്ന ഹെഡിങ്ങിൽ പ്ലേലിസ്റ്റിലുണ്ട്, കേൾക്കണം. ആരാണ് രാധ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്, കേൾക്കണം. ജനറൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്, കേൾക്കണം. അതേ കണക്ക് നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ രാധിക കവചം പാടിയിട്ടിട്ടുണ്ട്, കേൾക്കണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ
രാധേ രാധേ ബർസാനേ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു, രാധികാ കവചം 2 ഉണ്ട്. അത് 2ഉം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുകൂടാതെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. ഉടൻ കൃഷ്ണപ്രിയയുടെ രാധാ സഹസ്രനാമം വരുന്നുണ്ട്. അത് മിക്കവാറും നമുക്ക് രാധാ സഹസ്രനാമം ഈ വരുന്ന ബുധനാഴ്ചയായിരിക്കും നമുക്ക് രാധാ സഹസ്രനാമം റിലീസാകുന്നത്. യഥാർത്ഥ രാധാ സഹസ്രനാമമാണ് നമ്മളെ കൃഷ്ണപ്രിയ പാടിയിടുന്നത്. നിങ്ങൾ കേൾക്കണം. അപ്പോൾ നമുക്കിന്ന് ബുദ്ധൻ്റെ ധമ്മപദം, അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ നിശ്ചയമായും അത് കണ്ടിരിക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. ഇന്നത്തെ ബുദ്ധൻ പറയുന്നു, അഷ്ടാംഗമാണ് പാത, സത്യങ്ങൾ 4 2 വരി. അഷ്ടാംഗമാണ് പാത, സത്യങ്ങൾ 4. The way is 8fold. There are 4 truths. കണ്ടോ? അതായത് ബുദ്ധൻ നമ്മുടെ ജീവിതത്തെ 8 ഭാഗങ്ങളായി തരംതിരിച്ചു. ശ്രീബുദ്ധൻ നമ്മുടെ ജീവിതത്തെ 8 ഭാഗങ്ങളായി തരംതിരിച്ചു. അപ്പോൾ ഓരോന്നിനും ശരിമ അല്ലെങ്കിൽ റൈറ്റ്നെസ് എന്ന പേരാണ് കൊടുക്കുന്നത്. ബുദ്ധൻ പറഞ്ഞു, ശരിയായ കാഴ്ചപ്പാട്. ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. കാരണം നിങ്ങളിപ്പം ജീവിക്കുന്ന ഇതല്ല ജീവിതം, മറ്റൊരു ജീവിതമുണ്ട്. അത് ഞാൻ വിശദമായി പറയാം. ശരിയായ ചിന്ത. നിങ്ങളുടെ ചിന്തകൾ മൊത്തം വേണ്ടാത്ത കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കൊറ്റ ചിന്തയേ പാടുള്ളൂ, ബ്രഹ്മസത്യം എന്തെന്നറിയുക. ശരിയായ സംസാരം, പരുഷവാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ശരിയായ പ്രവൃത്തി, കൊലപാതകം, മോഷണം, വ്യഭിചാരം ഇതൊന്നും ചെയ്യാതിരിക്കുക. ശരിയായ ഉപജീവനം, അതായത് അഹിംസാപരമായ തൊഴിലുകളിൽ ഏർപ്പെടാതിരിക്കുക. കോഴിയെ കറുത്തറുത്ത് കൊല്ലുക, പശുവിനെ കൊല്ലുക, അങ്ങനെ ഉപജീവന മാർഗം ഉണ്ടാക്കാതെ ഇരിക്കുക. ശരിയായ പരിശ്രമം, തിന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, നന്മയെ വളർത്താൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? പിന്നെ അതേ കണക്ക് തന്നെ ശരിയായ ഓർമ്മ. അതായത് ശരിയായ ഓർമ്മയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഈ ശരീരം ഇതല്ല യഥാർത്ഥത്തിലുള്ളത്. നമ്മൾ പറയുന്ന മനസ്സ് ഇത് രണ്ടുമല്ല, ഇതിനും അപ്പുറം ഒരെണ്ണമുണ്ട്. നമ്മളെന്ന് പറയുന്നത് ഇതിനകത്ത് കത്തിജ്വലിക്കുന്ന ഒരു ദീപമാണെന്ന ഓർമ്മ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ശരിയായ ധ്യാനം. ശരിയായ ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല ധ്യാനം, ഏതു പ്രവൃത്തിയും മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്യുക എന്നതാണ്. അതായത് ഏതൊരു പ്രവൃത്തിയും നിങ്ങൾക്ക് ശരിയായിട്ടും ചെയ്യാം, തെറ്റായിട്ടും ചെയ്യാമെന്ന് ബുദ്ധൻ പറയുന്നു. അതിൽ ശരിയായ മാർഗം തിരഞ്ഞെടുക്കുക. പക്ഷെ അഷ്ടാംഗ മാർഗം അവിടെ നിൽക്കട്ടെ. കാരണം ഈ അഷ്ടാംഗ മാർഗത്തെക്കാട്ടിയും അതീവ പ്രധാനമായൊരു കാര്യം ബുദ്ധൻ പറയാൻ പോവുകയാണ്. ബുദ്ധൻ പറയുന്നു, ഞാൻ ആധ്യാത്മികതയിലെ സത്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ. എനിക്ക് സത്യസന്ധമായി ജനങ്ങളോട് പറയണം, എന്താണ് ആധ്യാത്മിക സത്യം, എന്താണ് പരബ്രഹ്മം, പരബ്രഹ്മത്തെ നിങ്ങൾക്ക് എങ്ങനെ കാണാം, ദൈവീകത എങ്ങനെ അനുഭവിച്ചറിയാം. അതാണ് ബുദ്ധൻ പറയുന്നത്. ബുദ്ധൻ പറയുന്നു, തൻ്റെ അന്വേഷണം 4 കാര്യങ്ങളിലാണ് ചെന്നിരിക്കുന്നത്. അതിനെ ബുദ്ധൻ പ്രധാന സത്യങ്ങളെന്ന് വിളിക്കുന്നു. തൻ്റെ അന്വേഷണം 4 കാര്യങ്ങളിൽ ചെന്നു നിന്നു. ബുദ്ധൻ അതിനെ 4 പ്രധാനപ്പെട്ട സത്യങ്ങൾ. അതിൽ ഈ 1ാമത്തെ സത്യം, അറിഞ്ഞിടത്തോളം ഈ ജീവിതം ദുഃഖകരമാണ്. അറിഞ്ഞിടത്തോളം ബുദ്ധൻ പറയുകയാണ്. കണ്ടോ, ബുദ്ധൻ അങ്ങനെയാണ്, എപ്പോഴും ഭവ്യതയാണ്. അറിഞ്ഞിടത്തോളം ഈ ജീവിതം ദുഃഖകരമാണ്, ദുഃഖമയമല്ലാത്ത മറ്റൊന്നുമില്ല. ഈ ജീവിതം ശരിക്കും പറഞ്ഞാൽ വളരെ ദീർഘമായ ഒരു ദുരന്ത കഥയാണ്. നിങ്ങൾ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നെങ്കിൽ 80 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദുരന്ത കഥയാണ്. ബുദ്ധൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും.
നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെങ്കിലും അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള സുഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളും ഒന്ന് എഴുതി വെക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സുഖങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങൾ എഴുതി വെച്ചാൽ യാതൊരു സംശയവും വേണ്ട, സുഖം 50 ആണെങ്കിൽ ദുഃഖം 1000 ആയിരിക്കും. മനസ്സിലായോ? പക്ഷേ നിങ്ങൾ മായ മുഖാന്തരം അത് മനസ്സിലാക്കുന്നില്ല. വല്ലപ്പോഴുമൊക്കെ ഒന്ന് എറിഞ്ഞു തരുന്ന എച്ചിൽ കഷണം പോലെയുള്ള സുഖത്തിൽ നിങ്ങൾ ഭ്രമിച്ചു പോകുന്നു. കുറേ ദുഃഖം അനുഭവിക്കുമ്പം വല്ലപ്പോഴും ഒരു സുഖം കിട്ടും, ആ സുഖം ഒന്ന് ആസ്വദിക്കും, പിന്നെ വീണ്ടും ദുഃഖങ്ങളുടെ ഒരു വരവാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും എറിഞ്ഞു കിട്ടുന്ന ഒരു എച്ചിൽ കഷണം പോലെ നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് സുഖം. അപ്പൊ ഈ ജീവിതം ദുഃഖകരമാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ബുദ്ധൻ കണ്ടെത്തിയ ആധ്യാത്മിക സത്യമെന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിൽ നിന്നൊക്കെ കരകയറാനുള്ള മാർഗം ബുദ്ധൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വിചാരം നിങ്ങളിപ്പം വല്ലപ്പോഴുമൊക്കെ ഒരു സുഖം കിട്ടും. മനസ്സിലായി? ഇപ്പം മോക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു സന്തോഷം, അപ്പോൾ ഒരു സുഖമായി. ഒരു പുതിയ വീട് വെക്കുമ്പോൾ ഒരു സന്തോഷം, അപ്പോൾ ഒരു സുഖമായി. മോക്ക് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ ഇത് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ പരദീസയിലാണ് ജീവിക്കുന്നതെന്നാണ്. നിങ്ങൾക്ക് യഥാർത്ഥ ജീവിതം എന്തെന്ന് അന്വേഷിക്കാൻ താല്പര്യമില്ല. ബുദ്ധൻ ഒരിക്കലും ആരെയും, അതായത് എല്ലാ മതങ്ങളും നമ്മളെ താരാട്ടുപാടി ഉറക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ മതങ്ങളും പറയും നീ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, സ്വർഗരാജ്യത്ത് പോകാം, ഇന്ന ലോകത്ത് പോകാം, അവിടെ ചെന്ന ദേവസുന്ദരികളുണ്ട്, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ച് ഉറക്കും. ബുദ്ധന് താരാട്ട് പാടാൻ താല്പര്യമില്ല. ഇല്ലാത്ത സ്വർഗങ്ങളും സുഖങ്ങളും ഉണ്ടെന്ന് പറയാൻ താല്പര്യമില്ല. ബുദ്ധൻ ഉറക്കാനല്ലേ ആഗ്രഹിക്കുന്നത്, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ബുദ്ധൻ പറയുന്നു, ഞാൻ കണ്ടെത്തിയ ഒന്നാമത്തെ സത്യം അറിഞ്ഞിടത്തോളം ജീവിതം ദുഃഖകരമാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് 50 വയസ്സായെങ്കിൽ 50 വയസ്സ് വരെ നിങ്ങൾക്ക് എത്ര സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഓർമ്മയിൽ കിട്ടുന്നത്, എത്ര ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെന്ന് എഴുതി വെച്ചാൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരായിരിക്കും? ദുഃഖമായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഈ ദുഃഖത്തിന് ഇനി ബുദ്ധൻ കണ്ടെത്തിയ രണ്ടാമത്തെ സത്യം, ജീവിതം ദുഃഖമയമാണ്, പക്ഷേ ആ ദുഃഖത്തിനൊരു കാരണമുണ്ട്. ബുദ്ധൻ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കുകയാണ്. ബുദ്ധൻ പറയുകയാണ്, ജീവിതം ദുഃഖകരമാണ് എന്ന് കേട്ട് ആരും പകച്ചു നിൽക്കണ്ട. കാരണം നമുക്കിപ്പോൾ ഒരു രോഗം വന്നാൽ അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിച്ചാൽ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റും. കാരണം എന്തെന്ന് അറിഞ്ഞൂടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദുഃഖിക്കേണ്ടത്. അപ്പോൾ ബുദ്ധൻ പറയുന്നു, ജീവിതം ദുഃഖകരമാണ്. 2, ഈ ദുഃഖത്തിനൊരു കാരണമുണ്ട്. ഇനി ബുദ്ധൻ പറയുന്ന 3 കാരണമൊക്കെ എന്താന്ന് പറയാം. ഇനി മൂന്നാമത് ബുദ്ധൻ കണ്ടെത്തിയ സത്യം, ദുഃഖം പരിഹരിക്കാൻ മാർഗമുണ്ട്. മനസ്സിലായില്ലേ? ബുദ്ധം പരിഹരിക്കാൻ മാർഗമുണ്ട്. അതുകൊണ്ട് ദുഃഖത്തിന്റെ കാരണം മൂന്നാമത്തെ കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധൻ ആധ്യാത്മികതയിൽ 3 സത്യങ്ങൾ കണ്ടെത്തുന്നു. 1, ജീവിതം ദുഃഖമയമാണ്. രണ്ടാമത്തത്, ഈ ദുഃഖത്തിന് കാരണമുണ്ട്. മൂന്നാമത്തത്, ആ കാരണം എന്തെന്ന് പറയുകയാണ്. ബുദ്ധൻ ആ കാരണത്തെ വിളിക്കുന്ന പേര് തനഹ. ബുദ്ധൻ ആ കാരണത്തെ വിളിക്കുന്ന പേര് തനഹ. അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആഗ്രഹം. ബുദ്ധൻ പറയുന്നു, സർവ്വവിധ ദുഃഖത്തിൻ്റെയും കാരണം ആഗ്രഹമാണ്. ഇനി ബുദ്ധൻ പറയുന്നു, ഞാൻ കണ്ടെത്തിയ 4ാമത്തെ സത്യം, ഇതിനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിനെ കണ്ടെത്തിയ 4ാമത്തെ സത്യം, അത് പരമോന്നതമായ ഒരു സത്യമാണ്. ദുഃഖങ്ങളില്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പൊ ബുദ്ധൻ ആദ്യം പറഞ്ഞു ജീവിതം ദുഃഖകരമാണ്. പക്ഷേ അന്വേഷിച്ച് ചെന്നപ്പോൾ ബുദ്ധൻ ദുഃഖത്തിന്റെ കാരണം കണ്ടെത്തി. ആ കാരണം ആഗ്രഹമാണ്. ഇനി ബുദ്ധൻ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങൾ പരമോന്നതമായ സത്യം കണ്ടെത്തും,
ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടിയിരിക്കും. ആ പരമോന്നത സത്യം ദുഃഖമില്ലാത്ത ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ അങ്ങേ അറ്റം ആനന്ദകരമാണ്. ഈ അവസ്ഥയ്ക്ക് ബുദ്ധൻ ഒരു പേര് കൊടുത്തു. അന്നുവരെ മറ്റാരും കേട്ടിട്ടില്ലാത്ത, മറ്റാരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു പേര്. ആ ദുഃഖമില്ലാത്ത അവസ്ഥയ്ക്ക് ബുദ്ധൻ കൊടുത്ത പേരാണ് നിർവാണ. ദുഃഖമില്ലാത്ത അവസ്ഥയ്ക്ക് ബുദ്ധൻ കൊടുത്ത പേരാണ് നിർവാണ എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പം വേറെ ആരും ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധനെ ദൈവത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ അങ്ങനെയുള്ള ഒരു പേരും അതിന് കൊടുത്തില്ല. ദുഃഖമില്ലാത്ത അവസ്ഥയ്ക്ക് ബുദ്ധനായിട്ട് കൊടുത്ത പേരാണ് നിർവാണ. ഇനി അങ്ങനെ ബുദ്ധൻ ആധ്യാത്മിക സത്യത്തെ നാലാക്കി ചുരുക്കി. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ തകരാറെന്താണ്? നമ്മൾ വെറുതെ ഹിന്ദു മതത്തെ ഹിന്ദു മതത്തിൻ്റെ നെഗറ്റീവിനെയും ഒക്കെ പോസിറ്റീവായി കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതം തളർന്ന് പോകത്തതേ ഉള്ളെന്ന് സത്യം മനസ്സിലാക്കുക. ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഒരൊറ്റ ദൈവം, ഒരൊറ്റ പുസ്തകം, ഒരൊറ്റ ആശയം. അതുകൊണ്ടാണ് അവരതിനകത്ത് ഉറച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഹിന്ദുക്കൾ പലരും ഇടയ്ക്കിടയ്ക്ക് കൺവേർട്ട് ചെയ്ത് ചാടിപ്പോകുന്നതിൻ്റെയും കാരണം അതാണ്. കാരണം ഹിന്ദു മതത്തിൽ ഒന്നും വ്യക്തമല്ല, ഇവർ പറയുന്നത് വ്യക്തമാണ്. ഇസ്ലാം മതത്തിൽ ഒറ്റ ദൈവം, ഒറ്റ പുസ്തകം, ഖുർആൻ. ഹിന്ദു മതം നിരവധി ദൈവം, നിരവധി പുസ്തകം. എന്നാൽ ഈ നിരവധി പുസ്തകത്തിൽ ഒരേ കാര്യം അത് പറയത്തില്ല. ഒരു വേദത്തിൽ പറയുന്നതല്ല അടുത്ത വേദത്തിൽ പറയുന്നത്. ഒരു ബുക്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ശിവപുരാണം വായിച്ചാൽ ശിവനപ്പുറം ആരുമില്ല. അടുത്ത വിഷ്ണു പുരാണം വായിച്ചാലോ വിഷ്ണുവിനപ്പുറം ആരുമില്ല. ഇനി സ്കന്ദപുരാണം വായിച്ചാലോ ശിവനെക്കാട്ടിയും വിഷ്ണുവിനെക്കാട്ടിയും മേലിലാണ് സ്കന്ദൻ. പിന്നെ ദേവീ പുരാണം വായിച്ചാലോ ഒരു സാധാരണ മനുഷ്യന് വട്ടളവിൽ പോകും. ഈ വട്ട് ഒരിക്കലും നമുക്ക് ബൈബിൾ വായിച്ചാൽ ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പുസ്തകങ്ങൾ, ഒരു ജന്മത്തിൽ ഇതൊക്കെ വായിച്ചു തീർക്കുക തന്നെ അസാധ്യമാണെന്നറിയുക. വായിച്ചു തീർത്തിട്ട് വേണ്ടേ ഇതനുസരിച്ച് ജീവിച്ച് മോക്ഷം തേടാനായിട്ട് പോകാൻ. മനസ്സിലല്ലേ? ക്രിസ്ത്യൻസിന് അങ്ങനല്ല. ഒറ്റ പുസ്തകം, ഒറ്റ ഇതിനകത്ത് അവൻ ആശയങ്ങൾ ചുരുക്കി, അപ്പോൾ അവൻ വായിച്ചു തീർക്കും, അവൻ അതനുസരിച്ച് ജീവിക്കും. ഇസ്ലാമും അങ്ങനെ തന്നെയാണ്. ഹിന്ദുക്കൾ ആ സത്യം മനസ്സിലാക്കുക. അവിടെ ഹിന്ദുക്കളുടെ രക്ഷകനായി വന്ന ആളാണ് ശ്രീബുദ്ധൻ. ശ്രീബുദ്ധൻ പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, ബാക്കി പുസ്തകങ്ങൾ ഇതെല്ലാം നീക്കി വെക്കൂ, സർവ്വ പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നതെല്ലാം മാറ്റി വെക്കൂ, ഞാനിതാ ആധ്യാത്മിക സത്യം കണ്ടെത്തി. അതായത് ഇപ്പം ഈ സത്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇത് എന്താ പറയേണ്ടത്? ബൈബിള് വായിക്കേണ്ട അത്രയും സമയം പോലും ഇതിന് വേണ്ട. മനസ്സിലായില്ലേ? ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന ജീവിത സത്യങ്ങൾ ബൈബിൾ എത്ര പേജുണ്ട്, ഖുറാനൊക്കെ എത്ര പേജുണ്ട്, ഒന്നും വേണ്ട. 4 വരിയിൽ സത്യത്തെ ഒതുക്കി തന്നു. അങ്ങനെ ഒതുക്കി തന്ന ഒരേ ഒരാൾ ശ്രീബുദ്ധനാണ്. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ യഥാർത്ഥ ആധ്യാത്മികത ഇതാണ്. എന്താണ്? അറിഞ്ഞിടത്തോളം ജീവിതം ദുഃഖകരമാണ്. 2, ഈ ദുഃഖത്തിനൊരു കാരണമുണ്ട്. 3, ആ കാരണമെന്ന് പറയുന്നതിൻ്റെ പേര് തനഹ അല്ലെങ്കിൽ ആഗ്രഹം. 4, ഇതെല്ലാം കഴിയുമ്പോൾ ദുഃഖമില്ലാത്ത ഒരവസ്ഥയുണ്ട്, അതിൻ്റെ പേരാണ് നിർവാണ. ഇനി ബുദ്ധൻ പറയുന്നു, ജീവിതം ദുഃഖകരമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ദുഃഖകരം. നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം ഇങ്ങനെ ജീവിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതായത് ഒരു മനുഷ്യന് 2 രീതിയിൽ ജീവിക്കാം. ശ്രീബുദ്ധൻ പറയുകയാണ്, ഒരു മനുഷ്യന് 2 രീതിയിൽ ജീവിക്കാം. അങ്ങനെ 2 രീതിയിലും ജീവിച്ച ഒരാളാണ് ശ്രീബുദ്ധൻ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അലുവയാണോ നല്ലത്, ജിലേബിയാണോ നല്ലത്? ഇത് പറയണമെങ്കിൽ 2ഉം തിന്നവന് മാത്രമേ പറ്റൂ. ഒരെണ്ണം തിന്നവൻ എങ്ങനെ പറയും ഇത് കൊള്ളാം മറ്റേത് കൊള്ളത്തില്ലെന്ന്? അപ്പം അലുവയാണോ നല്ലത്, ജിലേബിയാണോ നല്ലതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അലുവയും തിന്നണം, ജിലേബിയും തിന്നവനും മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് നല്ലതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
മറ്റേ ജീവിതവും കൂടെ അനുഭവിച്ച് നോക്കിയാലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. അലുവ മാത്രം തിന്നിട്ട് ഇതാണ് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? ജിലേബിയും തിന്നു നോക്കണ്ടേ? അപ്പോൾ ബുദ്ധൻ പറയുന്നത് അനുസരിക്കുക. ബുദ്ധൻ പറയുന്നത് നിങ്ങൾക്ക് 2 തരത്തിൽ ജീവിക്കാം. ഒന്ന്, ഇപ്പോഴത്തെ ജീവിതം, ഭാര്യയും മക്കളും ആഗ്രഹങ്ങളും, അതാകണം ഇതാകണം, നിങ്ങൾക്കതാകണം നിങ്ങൾക്കിതാകണം, കല്യാണം കഴിച്ചാൽ പിന്നെ കുഞ്ഞാകണം, കുഞ്ഞായാൽ പിന്നെ അത് വളർന്ന് വലുതാകണം. ആഗ്രഹങ്ങൾ ഭയങ്കരമാണ്, മനസ്സിലായില്ലേ? കൊച്ചിലെയാകുമ്പോഴോ ഒന്ന് വളർന്നു കിട്ടിയെങ്കിൽ, പുരുഷനാണെങ്കിൽ ആഗ്രഹം മീശ കിളിക്കാൻ, പിന്നെ താടി കിളിക്കാൻ ആഗ്രഹം, പിന്നെ മുണ്ട് മടക്കി കുത്തി നടക്കാൻ ആഗ്രഹം. സ്ത്രീക്കും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾ മെച്ചുറാകുന്നു അല്ലേ, അതിനാഗ്രഹം. പിന്നെ അവൾക്ക് സ്വർണ്ണ വിടാൻ ആഗ്രഹം. കണ്ടില്ലേ, ആഗ്രഹങ്ങൾ വളരെയാണ്. മുടി തഴച്ചു വളരാനായിട്ടുള്ള ആഗ്രഹം, അത് കഴിയുമ്പം വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം, പിന്നെ കുട്ടി ഉണ്ടാകാനുള്ള ആഗ്രഹം, പിന്നെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ആഗ്രഹം, പിന്നെ ആ കുട്ടിക്ക് ജോലി കിട്ടാനുള്ള ആഗ്രഹം, പിന്നെ അതിൻ്റെ പേരക്കുട്ടിയെ കാണണമെന്നുള്ള ആഗ്രഹം. എല്ലാം കഴിഞ്ഞാൽ മരിക്കരുത്, സന്തതി പരമ്പരകളെ എല്ലാം കണ്ടുകൊണ്ടിരിക്കണമെന്ന ആഗ്രഹം. ഇങ്ങനെ ഒരു ജീവിതം. അങ്ങനെ ആഗ്രഹം എന്ന സമുദ്രത്തിൽ മുങ്ങിത്താണ് നിങ്ങൾക്ക് ജീവിക്കാം. രണ്ടാമത്തെ ജീവിതം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയും. ബുദ്ധൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സർവ്വവിധ സുഖങ്ങളും അനുഭവിച്ച് നിരവധി ആഗ്രഹങ്ങൾ, യശോദയെ കണ്ടപ്പോൾ യശോദയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം വരെ ബുദ്ധനുണ്ടായി. അപ്പോൾ ബുദ്ധൻ പറയുന്നു, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ആഗ്രഹങ്ങളിൽ മുഴുകി ജീവിച്ച ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഭാഗം. ആഗ്രഹമില്ലാതെയും നമുക്ക് ജീവിക്കാൻ കഴിയും. കാരണം നമ്മൾ എന്താഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന നിമിഷം നമുക്ക് ദുഃഖം വരും. ഇപ്പം നിങ്ങൾക്കൊരു പരീക്ഷ എഴുതുന്നു, അതിൽ ജയിക്കണം എന്ന ആഗ്രഹം വന്നാൽ നിങ്ങൾക്ക് ഉത്കണ്ഠയായി. ആ ഉത്കണ്ഠയ്ക്ക് നിങ്ങളൊരു ഓമന പേരിടും, ടെൻഷൻ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യം ചെയ്യുന്നെന്ന് നോക്കിക്കോണം. ഒരു പരീക്ഷ ജയിക്കണം എന്ന ആഗ്രഹം വരുമ്പോൾ ടെൻഷനായി, പിന്നെ ഈ ടെൻഷൻ അടക്കാൻ വേണ്ടി കൗൺസിലിംഗ് ആയി, പിന്നെ സൈക്കാട്രിസ്റ്റുകൾക്ക് നല്ല കോളായി. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ ആഗ്രഹിക്കാതെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനല്ല. എന്താ പറയേണ്ടത്? ഒരു പരീക്ഷ വരുന്നു, പരീക്ഷ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കുക. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി. അതായത് നിങ്ങൾ വിചാരിക്കുക, ഇതിനപ്പുറം എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനി ജയിക്കുന്നതും ജയിക്കാത്തതുമൊക്കെ അതൊക്കെ മേളിയിരിക്കുന്ന ഒരു ശക്തി. അതാ കൃഷ്ണൻ മറ്റൊരു രീതി പറഞ്ഞ്, കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കദാചന. അല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ചാൽ പലപ്പോഴും കിട്ടത്തില്ല. പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകാർ നിങ്ങളെ തലതിരിച്ച് പഠിപ്പിക്കും, ആഗ്രഹിക്കൂ ആഗ്രഹിക്കൂ. ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നിനക്കൊക്കെ ടെൻഷൻ വരും. ടെൻഷൻ വരുന്നതിനനുസരിച്ച് പരീക്ഷയിൽ വേണ്ടത്ര സ്കോർ ചെയ്യാനും പറ്റത്തില്ല. എന്ന് മാത്രവുമല്ല, പിന്നെ കൗൺസിലിങ്ങിന് നടക്കേണ്ടി വരും. എത്രയോ കുട്ടികളാണ് പരീക്ഷ തോറ്റതിൻ്റെ പേരിൽ ഡിപ്രഷനായിട്ട് നമ്മൾ പോകുന്നത്. ആഗ്രഹിക്കുക എന്നല്ല പറയേണ്ടത്, മനസ്സിലായ? മോട്ടിവേഷൻ സ്പീച്ചുകാർ പറയുന്നത് ആഗ്രഹിക്കുക, അങ്ങനെയാകാൻ ആഗ്രഹിക്കുക. ആഗ്രഹിക്കുകയല്ല, പരിശ്രമിക്കുക. അതാണ് യഥാർത്ഥ മോട്ടിവേഷൻ. പരിശ്രമിക്കുക. ഒരു പരീക്ഷ ജയിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നെ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ. അപ്പൊ ജയിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ടെൻഷൻ, രണ്ടാമത് ജയിച്ചില്ലെങ്കിൽ ദുഃഖം. ഇനി ജയിച്ചാലോ സന്തോഷം. അത് ആ ഒരു ദിവസത്തേക്ക്, കുറച്ച് നേരത്തേക്ക് മാത്രം. ഇന്ന് റിസൾട്ട് അറിഞ്ഞ് ജയിക്കുമ്പം കിട്ടുന്ന സന്തോഷം നാളെ ഇല്ല. പിന്നെ അത് കഴിയുമ്പോൾ അത് കുറഞ്ഞു വന്നു. ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ് ജയിച്ചപ്പോഴുള്ള ആഹ്ലാദത്തെക്കുറിച്ച് ഇപ്പം ചിന്തിച്ച്, അതാണ് വൈരുദ്ധ്യം. അപ്പം നിങ്ങളൊരു പരീക്ഷയിലോ എവിടെയോ ജയിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടെൻഷനായി, അത് കഴിഞ്ഞ് തോറ്റാൽ ദുഃഖമായി. ഇത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ട് ജയിച്ചാലോ ആ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലോകകപ്പ് ഇന്ത്യ ജയിച്ചു എന്നറിഞ്ഞാൽ ആ നിമിഷം അനുഭവിക്കുന്ന ഒരു സന്തോഷം 10 മിനിറ്റ് കഴിഞ്ഞാലില്ല. അരമണിക്കൂർ കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറഞ്ഞു. പിറ്റേന്നാകുമ്പോൾ നിങ്ങളങ്ങ് റിലാക്സായി. ഇത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ മോന് ജോലി കിട്ടണമെന്ന ആഗ്രഹം, അപ്പം കിട്ടാത്തപ്പോൾ ദുഃഖം. അപ്പം നിങ്ങൾ ചോദിക്കും, ആഗ്രഹിക്കണ്ടേ? ആഗ്രഹിക്കരുത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കിട്ടത്തില്ല. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ കഴിഞ്ഞ ജന്മത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൻ്റെ കയ്യിലിരിപ്പിനനുസരിച്ച് അവൻ എന്തൊക്കെ കിട്ടണം, എന്തൊക്കെ കിട്ടരുതെന്ന് ദൈവം എഴുതി വച്ചിട്ടുണ്ട്. അത് മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് സാധിക്കില്ല. നിങ്ങളുടെ മകന്
ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അവന് കിട്ടില്ല. കാരണം അവന് കിട്ടണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പാണ്. അപ്പം മകനെയും മകളെയും നമുക്ക് അവന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. ജോലി കിട്ടുന്നതൊക്കെ അവൻ്റെ ശ്രമവും അവൻ്റെ മുജ്ജന്മ കർമ്മഫലവും ആശ്രയിച്ചിരിക്കും. അപ്പൊ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ എന്തിനെക്കുറിച്ച് ആഗ്രഹിച്ചാലും ആ സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാകും? ദുഃഖം. അപ്പം ഭൂമിയിൽ ഒരു മനുഷ്യന് രണ്ട് രീതിയിൽ ജീവിക്കാം. ഒന്ന്, ആഗ്രഹങ്ങളോട് കൂടി. രണ്ട്, ആഗ്രഹങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനായി പറ്റും. ആഗ്രഹമില്ലെങ്കിൽ ടെൻഷൻ ഇല്ല. ടെൻഷൻ ഇല്ലാതെ വരുമ്പോഴേക്കും ദുഃഖങ്ങളും ഇല്ല. അങ്ങനെ വരുമ്പോഴേക്കും അവന് മരണസമയത്ത് മരണത്തെ കാണാൻ പറ്റും. അങ്ങനെ മരണം വരുമ്പോൾ അവന് ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഡസ്റ്റ് അലർജി ആണെങ്കിൽ വീട് തട്ടി തുടയ്ക്കാൻ ആൾ വരുമ്പോൾ നിങ്ങൾ ഇറങ്ങി പുറത്ത് നിൽക്കും, അവർ തട്ടി തുടച്ചിട്ട് പോകും. അതുപോലെ മരണം വരുമ്പോൾ നിനക്ക് വേണ്ട ശരീരമല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് തൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ പോകുന്നത് അവൻ ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ ആഗ്രഹങ്ങളില്ലാത്തവന് ദുഃഖമില്ലാത്ത അവസ്ഥ വരും. ദുഃഖമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പരമാനന്ദം വരും. പരമാനന്ദം വന്നാൽ അവൻ മരണത്തെ കീഴടക്കുകയും ചെയ്യുമെന്ന് ബുദ്ധൻ പറയുന്നു. പക്ഷേ നിങ്ങൾ ഈ ആഗ്രഹത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. കാരണം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൊച്ചു സുഖം കിട്ടും. അതായത് ചൊറിയമ്പം കിട്ടുന്ന സുഖം. ചൊറിയുമ്പോൾ ഒരു സുഖമാണ്, പക്ഷെ അത് ചൊറിഞ്ഞു ചൊറിഞ്ഞു പൊട്ടുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ബുദ്ധൻ പറയുന്നത്, നിങ്ങളുടെ ദുഃഖ കാരണം വേറൊരാളല്ല, നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ എപ്പോഴും നിസാര കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. കുളിക്കുമ്പം സ്വപ്നം കാണും, നടക്കുമ്പം സ്വപ്നം കാണും, കറി വെക്കുമ്പം സ്വപ്നം കാണും, വെറുതെ ഇരിക്കുമ്പം സ്വപ്നം കാണും. ഇങ്ങനെ സ്വന്തം നരകം സ്വയം നിർമ്മിക്കുന്നു. നിങ്ങളിങ്ങനെ സ്വയം ആഗ്രഹങ്ങൾ കൊണ്ട് നരകം സൃഷ്ടിക്കാൻ എടുക്കുന്നതിൻ്റെ പകുതി ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? പരബ്രഹ്മ സത്യം അറിഞ്ഞേനെ. അതിന് നിങ്ങൾക്കൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടോ. ബുദ്ധൻ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള ജീവിതമുണ്ട്. ഒന്ന്, ആഗ്രഹങ്ങളോട് കൂടിയ ജീവിതം. രണ്ട്, ആഗ്രഹമില്ലാത്ത ജീവിതം. ഓർമ്മിക്കുക, ഭാര്യ, മക്കള്, കുടുംബമായി താമസിക്കുകയാണ്. ഈ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്തൊക്കെ ആഗ്രഹമുണ്ട്? മോന് ജോലി കിട്ടണം, മോളെ കല്യാണം നടക്കണം, അത് പോകണം, ഇത് പോകണം. ഇതിനകത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരാഗ്രഹം കൊടൈക്കനാലിൽ പോകണം, അത് നടത്താൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും പൈസ ഇട്ടുകൂട്ടി കൊടൈക്കനാലിൽ പോയിട്ട് വരുമ്പോൾ അത് വെട്ടുക. നിങ്ങൾക്ക് ഒരാഗ്രഹം വൃന്ദാവനത്തിൽ പോകണം, അപ്പോൾ നിങ്ങളത് എഴുതി വെക്കുക. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി അത് ഉണ്ടാകും. നിങ്ങൾ വൃന്ദാവനത്തിൽ പോയിട്ട് വരുമ്പോൾ ആ ആഗ്രഹം വെട്ടണം, പിന്നെ അത് ആഗ്രഹിക്കരുത്. വെട്ടുന്ന ആഗ്രഹം പിന്നെ വൃന്ദാവനത്തിലായാലും പോകണമെന്ന് ആഗ്രഹിക്കരുത്. അത് ഓട്ടോമാറ്റിക്കലി പോകണമെങ്കിൽ ഒരു ആഗ്രഹം നടത്തി അവസാനിപ്പിക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് ബിരിയാണി തിന്നാൻ ആഗ്രഹം, അത് ചെയ്യുക, അത് അപ്പോഴേ അങ്ങ് വെട്ടുക. പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ആഗ്രഹമുണ്ട്, അത് നമ്മൾ നോക്കുക. മോനൊരു ജോലി കിട്ടണം. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അത് ഞാൻ വിചാരിച്ചാൽ പറ്റത്തില്ല, ഞാനൊരു കമ്പനിയുടെ MD അല്ല, അത് വിചാരിക്കേണ്ടത് ദൈവമാണ്. അതുകൊണ്ട് അവൻ്റെ തലയിലെടുത്ത് അത് വെട്ടുക. മോടെ കല്യാണം നടക്കുന്നില്ല, നടക്കണം. അപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, അത് എൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല, ഞാൻ ആഗ്രഹിച്ചാൽ ഞാനും കൂടെ ദുഃഖിക്കുമെന്നല്ലാതെ പ്രയോജനമില്ല. പുനർജന്മ ചക്രത്തിൽ അലിയും. അത് എൻ്റെ മകൾ കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. അതിന് ഞാൻ ദുഃഖിക്കണ്ട, പകരം അവളെ കെട്ടിച്ചു വിടാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുകയല്ല ചെയ്യേണ്ടത്, അതിനു വേണ്ടി പരിശ്രമിക്കുക. നടന്നില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, വെട്ടുക. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോ പേപ്പറിൽ എഴുതുക. എഴുതുന്നതനുസരിച്ച് ഓരോന്ന് വെട്ടിക്കളയുക. ഒടുവിൽ ഒരെണ്ണം അവസാനിക്കും, അതും നിങ്ങൾ എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. അപ്പം ആഗ്രഹങ്ങൾ മൊത്തം അടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ടിങ്ങനെ നിറയും. ആ ആനന്ദം നിങ്ങളുടെ മുഖത്തിലേക്ക് വ്യാപിക്കും. അതോടെ നിങ്ങളുടെ മുഖം അങ്ങനെ വെട്ടിത്തിളങ്ങും. ഈ അവസ്ഥയെ ദൈവീകത എന്ന് മറ്റുള്ളവർ പറയും.
നമ്മൾ പറയത്തില്ല, അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു വല്ലാത്ത ദൈവീകതയുണ്ടെന്ന്. അങ്ങനെ നിൽക്കുന്ന നിങ്ങളെ മറ്റുള്ളവർ സാഷ്ടാംഗം നമസ്കരിക്കും. ഈ അവസ്ഥയ്ക്ക് ബുദ്ധൻ ദൈവമെന്ന പേര് കൊടുത്തില്ല. ഈ അവസ്ഥയ്ക്ക് ബുദ്ധൻ ഒരു പുതിയ പേര് കൊടുത്തതാണ് നിർവാണ. നിർവാണ എന്ന് പറഞ്ഞാൽ നിർത്തിവെക്കൽ, സ്റ്റോപ്പ്. ആഗ്രഹിക്കുന്നത് നിർത്തിവെക്കൽ, അപ്രത്യക്ഷമാകൽ. ആഗ്രഹം നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു, അല്ലാതായി തീരുക. അതായത് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം അതല്ലാതായി തീരുക. അപ്പം നിർവാണ എന്ന് പറഞ്ഞാൽ നിർത്തിവെക്കുക, അപ്രത്യക്ഷമാവുക, അല്ലാതായി തീരുക എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെ നിർത്തിവെക്കുക. ആഗ്രഹങ്ങൾ നിർത്തിവെക്കുന്നതോടുകൂടി ഈ ശരീരമല്ല നമ്മളെന്ന് ബോധ്യമാകും. അതിലെ ഉള്ളിലെ തേജസ് തെളിയും. പിന്നെ നിങ്ങൾക്ക് ടെൻഷനില്ല, ഒന്നുമില്ല. അപ്പൊ ബുദ്ധൻ വളരെ ചുരുക്കി കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മറ്റേത് മതത്തെക്കാട്ടിയും ഒറ്റമൂലിയായിട്ട് ബുദ്ധൻ ഒരു ഉത്തരം പറഞ്ഞു. ആധ്യാത്മിക സത്യം 4 കണ്ടെത്തി. എന്നിട്ട് അവസാനം ബുദ്ധൻ പറഞ്ഞത് ഒറ്റ കാര്യം, ആഗ്രഹം ഉപേക്ഷിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ദൈവീകത കൊണ്ട് നിറയും. നിങ്ങളെ മറ്റുള്ളവർ നമിക്കും. ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം വേണ്ട, രണ്ടാമത്തെ ജീവിതം മതി. ആഗ്രഹമില്ലാതെ ജീവിക്കാൻ പറ്റും. ആഗ്രഹങ്ങൾ എഴുതുക, വെട്ടി 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 കളയുക, ലാസ്റ്റ് ശൂന്യമാക്കുക. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.